അപ്പോൾ കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ശോഭാ സുരേന്ദ്രൻ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് ഇനി തങ്ങളുടെ ലക്ഷ്യമെന്നും പറയുന്നത് തങ്ങൾ ഈ പരാജയത്തെക്കുറിച്ച് ഇരുന്ന് ആലോചിച്ച് അതിനുവേണ്ടി സങ്കടപ്പെട്ടിട്ട് ഇരിക്കാനല്ല, അത് വരുത്തേണ്ട മാറ്റങ്ങൾ വരുത്തും. പക്ഷേ തൃശ്ശൂർ കോർപ്പറേഷനും അതുപോലെ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനും പിടിക്കാനാണ് ഇനി തങ്ങളുടെ ലക്ഷ്യം, അതാണ് തങ്ങളുടെ ആഗ്രഹം, അതിനുവേണ്ടി പ്രവർത്തിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി BJP RSSന്റെ സഹായത്തോടു കൂടി, അതായത് RSSന്റെ കേഡർ പ്രവർത്തകരെ കൃത്യമായിട്ട് തിരുവനന്തപുരം നഗരസഭകളിലെ വാർഡുകൾ കേന്ദ്രീകരിച്ച് BJP രംഗത്തിറക്കിയിട്ടുണ്ട് എന്നതാണ് സത്യമായ അവസ്ഥ. അവിടെ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ട്. കോർപ്പറേഷൻ്റെ അഴിമതികളെക്കുറിച്ച്, കോർപ്പറേഷൻ്റെ കാര്യങ്ങളെക്കുറിച്ച്, ഈ പറയുന്ന പോലെ ആര്യ രാജേന്ദ്രനുമായി ബന്ധപ്പെട്ടുള്ള പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പുറത്തു കൊണ്ടുവരികയും തിരുവനന്തപുരം നഗരസഭ ജനങ്ങളുടെ മുമ്പിൽ വല്ലാത്തൊരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു സമയത്ത് കൃത്യമായി കയറി വന്ന് BJPക്ക് കോർപ്പറേഷൻ പിടിക്കാൻ കഴിയുമെന്നും മുരളീധരനെ രംഗത്തിറക്കി മേയർ സ്ഥാനാർത്ഥിയാക്കി നിർത്തിക്കൊണ്ട് പിടിക്കാമെന്നുമാണ് BJPയുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്.